കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിൽ വ്യാപക കൃഷിനാശം. മുല്ലനല്ലൂർ കുരിശങ്കൽ വീട്ടിൽ ബിൻസൻ എന്ന കർഷകന്റെ 120ഓളം കുലച്ച വാഴകൾ കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീണു. നാവായിക്കുളം പഞ്ചായത്തിലെ 4-ാം വാർഡിൽ കൃഷി ചെയ്യുന്ന മുല്ലനല്ലൂർ ഏലയിലാണ്. മുല്ലനല്ലൂർ മരുതിക്കുന്നത്. ഞാൻ എൻ്റെ 2 ഏക്കറോളം വാഴ കൃഷി പാട്ടകൃഷിയാണ്. 10,000 വാഴയുണ്ട്. ഇപ്പം തന്നെ എനിക്ക് ഈ വർഷം കഴിഞ്ഞ ദിവസം ഉണ്ടായ കാറ്റിൽ ഇവിടെ ഈ വയലൊരു മുക്കാഭാഗം മൊത്തം പോയി കഴിഞ്ഞു. അതുപോലെ താഴെ എനിക്ക് 2 വയൽ വാഴ കൃഷിയുണ്ട്. അതിലൊരു പകുതി പോലും വാഴ പോയി, കുടമെന്ന് വാഴ. എൻ്റെ ഒരു വാഴ മിനിമം ഒരു 7-8 കിലോ വരും കൊല ഒരു വെയിറ്റ്. ഇന്നത്തെ രീതിയിലാണെങ്കിൽ ഇപ്പം നമ്മുടെ വിപണിയിൽ ഇവിടെ നാവായിക്കുളത്ത് നമുക്കൊരു വിപണിയുണ്ട്. 70 രൂപ കിലോയ്ക്ക്. മാക്സിമം ഒരു 500 എങ്കിലും ഏറ്റവും കുറേ കിട്ടും. ഒരു കൊലയ്ക്ക് ഇന്ന് കിട്ടും. മാക്സിമം കിട്ടും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ. അങ്ങനെ പിന്നെ എൻ്റെ ഇന്നത്തെ 1 ലക്ഷം പുറത്ത് എനിക്ക് നഷ്ടമായി. ഇവിടെ ഒരു വയൽ, താഴെ 2 വയലുണ്ട്. അത് വേണമെങ്കിൽ കാണാം. കഴിഞ്ഞാൽ ഇതേപോലെ 2 വയലിൽ 10-300 വാഴ ഇങ്ങനെ നഷ്ടപ്പെട്ട് ഞാൻ കൃഷിഭവനിൽ അപേക്ഷ കൊടുത്ത് അതിനൊന്നും തിരികെയൊന്നും കിട്ടിയിട്ടില്ല. അതൊന്നും 2 ഇതുപോലെ കുടം വന്ന വാഴയായിരുന്നു. നഷ്ടപരിമൊന്നും കിട്ടിയില്ല. ഇപ്പോഴും എല്ലാം ഏത്തനാണ്. ഇവിടെ തന്നെ എനിക്ക് 6 വയലുണ്ട് കൃഷി. താഴെ അവിടെ പാവനപ്പുറമുണ്ട്, വേണമെങ്കിൽ കാണാം. താഴെ 2 വയൽ കുടം വന്ന അതും അടിച്ചിട്ടേക്കാണ്. പ്രതിരോധിക്കാൻ വേണ്ടി വെള്ള സംവിധാനമൊന്നും ഇല്ല. ഞാൻ കയറ് വലിച്ചിട്ടുണ്ട്. അത് നിൽക്കത്തില്ല. കയറിൽ നിൽക്കത്തില്ല. കാറ്റ് ഇപ്പൊ എനിക്ക് ഇവിടെ മാത്രമേ പോളൂ. വേറെ ആർക്കും കുഴപ്പമില്ല. അതല്ല, ഇവിടെ പോയി അവിടെ കുറച്ച് വാഴ പോയി. അപ്പുറത്തൊന്നും കുഴപ്പമില്ല. അത് കാറ്റ് ഏത് വഴിക്കെന്ന് വരുന്ന പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഊന്ന് കൊടുത്താലും കയറ് കെട്ടുന്നുണ്ട്. ഇതിപ്പോ കുടം വന്ന് തുടങ്ങിയതാണ്ട് കുറച്ച് നാളെ കെട്ടുകളായിരുന്നു. കൃഷിഭവനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ പോയി കൊണ്ട് റിപ്പോർട്ട് കൊടുത്താണ് ഓഫീസർ നോക്കി ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ അപേക്ഷ ഞാൻ കൊടുക്കണം. എനിക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കണമെന്ന് പറഞ്ഞു. ഓൺലൈൻ വഴി അപേക്ഷ കൊടുക്കുമ്പോൾ അവര് സർക്കാർ നഷ്ടം തരും എന്ന് വിശ്വസിക്കുന്നു. മുമ്പൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞതിനൊന്നും വന്നിട്ടില്ല. അന്ന് 300 രൂപയ്ക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു കൃഷി വഴി. ഇതിനൊരു പദ്ധതിയുണ്ട്. ഈ വാഴ കൃഷി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ വാഴ നട്ട് കഴിഞ്ഞ ഉടൻ തന്നെ 5 ദിവസത്തിനകം വെച്ചിട്ട് സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻഷുറൻസിന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാഴയ്ക്ക് 3 രൂപ അടച്ചു കഴിഞ്ഞാൽ. പക്ഷെ അന്ന് ഞാനിവിടെ അടുത്ത അക്ഷയ പോയപ്പോ അവർ ഇതില്ല, സൈറ്റ് ഇല്ല, കിട്ടുന്നില്ല. ഞാൻ അങ്ങനെ പോയിരുന്നു. അന്ന് കൃഷിഭവൻ ഓഫീസർ നിങ്ങൾ ഇൻഷുറൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് പോയിട്ട് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇതിൽ ഏറ്റവും വിഷയങ്ങൾ. അപ്പോൾ ഒരു കന്നിന് 3 രൂപയാണ്, 300 രൂപ കിട്ടുമെന്ന് പറഞ്ഞു കുടം വന്ന വാഴയ്ക്ക്. അപ്പൊ അത് നമുക്ക് കിട്ടിയില്ല. അപ്പൊ അതൊരു പരാജയമാണ് ചെയ്യാത്തത്. പക്ഷെ മിക്ക അക്ഷയയിലും ഇല്ല അത്, ആ ഇൻഷുറൻസ് നമുക്കത് ഇല്ല. അത് വ്യാപകമായിട്ട് നമ്മൾ നാവായിക്കുളം പഞ്ചായത്ത് തന്നെ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ കാറ്റിൽ ആകെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരേ ഒരു കർഷകൻ നിങ്ങളാണ്. കൃഷിഭവനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേറെ ഒരു കർഷകരും ഔദ്യോഗികമായിട്ട് കൃഷിഭവനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മളെ കൃഷിനാശം സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. നിങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. കൃഷിഭവനിൽ പോയിരുന്നു. അല്ല, എനിക്ക് താഴെയുണ്ട്. അവിടെ 2 വയൽ സൈസ് കുടമായത്. അതാണ് അത് ഓടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇത് അപ്പുറം നിൽക്കുന്ന അത് കുടമാവുന്നു. ഇന്നലെ ഓണത്തിന് മുമ്പ് വെട്ടാനുള്ള കൊലകളാണ്. ഓണത്തിന് നമുക്കിവിടെ വെള്ളമൊന്നും ഇല്ല. ഇവിടെ നമ്മൾ ഈ വേനൽ മഴ പ്രതീക്ഷിച്ചാണ് ഈ കൃഷി ചെയ്തത്. വെള്ളം നമുക്ക് ഈ താമസിച്ചായപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊരു പരാജയമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ കൃഷി ഭയങ്കര പരാജയം തന്നെ എല്ലാ വർഷവും ഉണ്ട്. എനിക്ക് കഴിഞ്ഞ 300 രൂപ കൃഷി ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പോലെ പലർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ കൃഷിക്കാരൻ തന്നെ അതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് താഴെ 2 വയലിൽ 300 രൂപ പോയായിരുന്നു. അതിനെ കൊടുത്തിട്ടുണ്ട്, അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കിട്ടുമെന്ന് വിശ്വസിക്കും നമ്മൾ ചെയ്യുന്നത്. സർക്കാർ തരും എന്ന് വിശ്വസിക്കുന്നു. അല്ല, മുമ്പ് അതിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരു വിശ്വാസമാണ്. കൃഷിഭവൻ പറഞ്ഞ് കൊടുക്കുകയും കുഴപ്പമില്ല, എന്നാളെല്ലാം കിട്ടും, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് അത്രയും ഉപകാരം. കാരണം എത്ര രൂപ ചിലവാന്ന് നമുക്കറിയാം. എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, ചാണകം, കോഴിവളം ഇതൊക്കെ നമ്മൾ ഇടുന്നുണ്ട് എല്ലാത്തിനും. അതാണ് നല്ല പച്ചപ്പുണ്ട്. ഇപ്പോഴും ഇലക്ക് നല്ല പച്ചപ്പുണ്ട്. ഇത്രയും കുടം ഏറ്റവും സാധാരണ ഇങ്ങനെ പച്ചപ്പ് കാണൂല ഇലക്ക്. ഈ ഇലയുടെ പച്ചപ്പ് ഇല കൂടി കൊണ്ടാണോ കാറ്റ് പിടിക്കുന്ന അറിയാം. ഭയങ്കര ഇല കീറി വിടുന്ന ഒരു സംവിധാനം ഇല്ലേ? മറ്റു പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് പിടിക്കാതിരിക്കാൻ വേണ്ടി. ഇതൊരു പ്രതീക്ഷിക്കാത്ത കാറ്റാണ് അടിച്ചത്. കാറ്റുണ്ടെങ്കിലും വടക്കും മറ്റു സ്ഥലങ്ങളും കാറ്റുണ്ട്. ഇവിടെ ഒരു പ്രതീക്ഷികര വെളുപ്പാങ്കളൊരു കാറ്റടിച്ചാണ് സംഭവിച്ചത്. മുക്കുകട റോഡുവിള വീട്ടിൽ അബ്ദുൽ സമദിന്റെ ഇടമനില ഏലായിലെ 40ഓളം ഏത്തവാഴകളും ഒടിഞ്ഞു വീണു. ബിൻസന്റെ കൃഷിയിടത്തിൽ നാവായിക്കുളം കൃഷി ഓഫീസർ രമ്യാചന്ദ്രൻ, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ പ്രമോദ്, കർഷക പ്രതിനിധി മുല്ലനല്ലൂർ ശിവദാസ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കർഷകൻ ബിൻസന്റിന് ഈ കഴിഞ്ഞ ദിവസത്തെ മഴയിലും കാറ്റിലും കൃഷിയിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോഴല്ല, നിരന്തരം ഈ ഏലായിൽ, മരുതിക്കുന്ന് മുല്ലനല്ലൂർ ഏലായിൽ 4-ാം വാർഡിൽ നിരന്തരം ഈ പ്രകൃതി ക്ഷോഭത്തിൽ വൻ കൃഷി നാശങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസത്തെ കൃഷിനാശത്തിൽ ഏകദേശം 40,000-ന് പുറത്ത് രൂപയുടെ നഷ്ടം ബിൻസന്റ് ഉണ്ടായിരിക്കുകയാണ്.
ഇത് അറിഞ്ഞ ഉടനെ തന്നെ കൃഷി ഓഫീസർ ബന്ധപ്പെടുകയും കൃഷി ഓഫീസറും പിന്നെ അസിസ്റ്റന്റ് കൃഷി ഓഫീസറും ഇവിടെ എത്തുകയും ഇതിന്റെ നഷ്ടം അവർ കണക്കാക്കുകയും അതിന് വേണ്ടുന്ന ധനസഹായങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാമെന്ന് അവരെ അറിയിക്കുകയും തുടർന്ന് കൃഷി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറെ ഈ വിവരം അറിയിച്ച് ഈ പിന്നെ പലിശയ്ക്ക് പൈസ എടുത്തും പിന്നെ പിന്നെ പാട്ടത്തിന് വയലെടുത്തും കൃഷി ചെയ്യുന്ന ഇവർക്ക് ഈ പ്രകൃതിക്ഷോഭത്തിൽ ഉണ്ടായ നഷ്ടം നികത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും നഷ്ടപരിഹാരങ്ങളോ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭത്തിന് ഇവർക്ക് എന്തെങ്കിലും ധനസഹായം ചെയ്യുവാനുള്ള നടപടി ഉണ്ടാവണമെന്ന് ഡയറക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് അവരന്വേഷിച്ചു എന്തെങ്കിലും സഹായം ചെയ്യാനുള്ള നടപടി ആരംഭിക്കാം എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ വളരെ കടക്കണിയിലാണ് ഇപ്പോൾ. കാരണം ഈ ഓണ വിപണി നോക്കിയാണ് ഇപ്പോൾ കൃഷി നടത്തിയതും. കാരണം ഇപ്പം നഷ്ടത്തിലാണ് ഈ കൃഷിയെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓണ വിപണിയിൽ കുറച്ച് വില മാറ്റം വരുന്നത് പ്രതീക്ഷിച്ച് ചെയ്തതാണ്. അതും നടക്കാതെ പോയി. അപ്പോൾ വൻ പിന്നെ കടക്കണിയിലായിരിക്കുകയാണ് ഇവർ. അപ്പോൾ എന്തായാലും സർക്കാർ തലത്തിലും കൃഷി ഡിപ്പാർട്ട്മെന്റ് തലത്തിലും ഇവരെയൊക്കെ സഹായിക്കേണ്ടത് ആവശ്യമാണ്. അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുന്നതിന് കൃഷി ഓഫീസും കൃഷി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വേണ്ടുന്ന നടപടി ഈ കർഷകന് അർഹമായ നഷ്ടപരിഹാരം നൽകാനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്ന് കൃഷി ഓഫീസറോട് കർഷക പ്രതിനിധി മുല്ലനല്ലൂർ ശിവദാസൻ ആവശ്യപ്പെട്ടു.